നമ്മുടെ അഗസ്തിച്ചീര പറിച്ചെടുക്കുവാണേ. ഇതുണ്ടോ, ഇതൊന്നും ആയിട്ടില്ല. ഇതൊക്കെ 2 ദിവസം കഴിയുമായിരിക്കും. അപ്പം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും വിരിഞ്ഞതും കൂടി ഞാൻ പറിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നേ. പിന്നെ അത് തന്നെ വെക്കാനില്ല. ഇത് കണ്ടോ, ഇത് ഞാൻ പറിച്ച് വെച്ചാണ്. ഇത് ഇന്നലെ വിരിഞ്ഞത് കൊണ്ട് വാടിപ്പോയി ഇതിൻ്റെ ഇത് കണ്ടോ. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ കുറച്ച് ഇലയും കൂടി ഇന്ന് പറിക്കാം നമുക്ക്. എന്നിട്ട് ഇലയും പൂവും കൂടി ഇത് ആദ്യമായിട്ട് കായ്ച്ചാണ്, അതാണ് ഞാൻ കാണിച്ചത്. കണ്ടോ, മുട്ട് വയ്ക്കുന്നു, നിറച്ചും മുട്ടിച്ചിട്ടുണ്ട്. ആ കമ്പയിലെല്ലാം ഉണ്ട് മുട്ട്. ഇത് എനിക്കിവിടെ ആദ്യമായിട്ട് പിടിച്ചതാണ്. ഭയങ്കര സന്തോഷമായി ഇതിങ്ങനെ പൂത്ത് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇലയും കൂടി കുറച്ച് പറിക്കുക. ഇത് തന്നെ വെക്കാനില്ലല്ലോ. ഇതെങ്ങനെ വെക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സാധാരണ ചീര തോരൻ വെക്കുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലയും പൂവും കൂടി ആകുമ്പോൾ ഇതിപ്പോൾ തന്നെ ആകുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറിക്കട്ടെ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇതിൻ്റെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചപ്പോൾ ഇതിങ്ങനെ വളഞ്ഞു പോയി. ഇത് ഒടിഞ്ഞു പോകുന്ന തരത്തിൽ ഇതിൻ്റെ ഇങ്ങനെ ഞുള്ളി എടുക്കുക. ഇങ്ങനെ ആയിരിക്കും ഇത് വെക്കുന്നത്, എനിക്കറിയില്ല. ഇതിലെല്ലാം മൊട്ടുണ്ട്, ചെറിയ ചെറിയ മൊട്ടിൻ്റെ കൊലയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഊരിയെടുക്കുക ഇല. ഇത് കണ്ടോ, ഇത് പൊന്നാരി വീരൻ്റെ എല്ലാം പൂത്തു. അപ്പോൾ കുറേ പൂ പറിച്ച് ഞാൻ ഈ പൂവും ഇതിൻ്റെ തളിരിലയും കൂടി പറിച്ച് തോരൻ വെച്ചു. അപ്പോൾ ഇത് നിറച്ചും കായ. ഇത് പറിക്കാത്തത് നിറച്ചും കായായി. ഇനി ഈ കാ ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിട്ടാൽ മതി, നല്ലതായിട്ട് കിളുത്ത് വരും. അങ്ങനെ അപ്പുറത്തിട്ട് ആ കിളുത്ത് ഇരിക്കുന്നത് വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ കൂടെ ഞാൻ ഇതിൻ്റെ ഇലയും കൂടി പറിച്ച് തോരൻ വെക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാനിങ്ങനെ ഒടിച്ചൊടിച്ചെടുത്താണ് അന്ന് തോരൻ വെച്ചത്. ഇതിലെല്ലാം നിറച്ചും മുട്ടുള്ളതുകൊണ്ട് ഒടിക്കാൻ പറ്റും. കണ്ടോ, ഇത് മുട്ട്, ഇതെല്ലാം മുട്ട് വരുന്നുണ്ട് ഉണ്ടായിരുന്നത്. ഇത് ഞാനിങ്ങനെ ഒടിച്ചെടുത്ത ഞാൻ കണ്ടില്ല. ഇത് കൊണ്ട് മുട്ടിൻ്റെ കൊല ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ഇന്ന് തോരൻ വെക്കും. എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്, ടേസ്റ്റ് ഉണ്ടോ. അതിൻ്റെ പൂ ഇലയെല്ലാം അരിഞ്ഞു വെച്ചേ. ഇനിയിപ്പോൾ ഞാൻ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിനകത്തോട്ട് ഇത് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞാണ്, ഇനി ഒരു 5-6 കാന്താരി അരിഞ്ഞത്, ഒരു 3-4 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇതിന് വേണ്ടുന്ന ഉപ്പുപൊടി. പല രീതിയിൽ തോരൻ വെക്കാവേ, ഞാൻ ഇങ്ങനെയും വെക്കും. പിന്നെ നമ്മൾ എല്ലാം കൂടി ഒതുക്കിയെടുത്ത് തേങ്ങായും മുളകും വെളുത്തുള്ളി എല്ലാം കൂടി ഒതുക്കിയെടുത്തിട്ടും വെക്കുവേ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഇതിനടുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് വെന്തതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഇടുന്നത്. ഞാൻ കാണിക്കാവേ. ഇതിനെ നമുക്ക് ചട്ടിയിലോട്ട് ഇടാം. ഇതിനകത്ത് കാന്താരി, ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് തിരുമ്മിയതാണേ. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം, ഒരു ശകലം ചട്ടിയുടെ അടിക്ക് പിടിക്കാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിനെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഞാൻ നേരത്തെ ഒന്ന് ഇളക്കിയായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ വെള്ളം പറ്റി. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ തോരൻ ഏകദേശമായേ. ഇതല്ലേ, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു ചെറിയൊരു ചവർപ്പുണ്ട് ഇതിൻ്റെ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഇല ഞാൻ മറ്റേ പൊന്നാരി വീരൻ്റെ ഇലയുടെ കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചപ്പോൾ ഒരു ചെറിയൊരു കയ്പ്പ് രസം ചെറുതായിട്ട് ഇതിൻ്റെ അങ്ങനെ ആയിരിക്കാം. അവിടെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ.